ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്ക് പണ്ടൊക്കെ വണ്ടികളിൽ ബ്ലാക്ക് ഒരു കളർ ഓപ്ഷനായിട്ട് കിട്ടുമായിരുന്നു. അതിനങ്ങനെ അഡീഷണൽ എമൗണ്ട് ഒന്നും കൂടുതൽ കൊടുക്കേണ്ടി വരാറില്ല. സാധാരണ ഒരു നോർമൽ കളർ പോലെ തന്നെയാണ് നമുക്ക് പഴയ വണ്ടികളിലൊക്കെ ബ്ലാക്ക് കളർ കിട്ടിയിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പം ബ്ലാക്ക് എന്ന് പറയുന്ന കളറിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഫാൻ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് എക്സസൈസ് ആണ് കമ്പനികൾക്ക്, ആൻഡ് കുറച്ച് വില കൂട്ടിയവർക്ക് വിൽക്കാനും പറ്റുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് പുതിയ ബ്ലാക്ക് വണ്ടികളാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ കോമ്പസിൻ്റെ നൈറ്റിക്കൽ എഡിഷൻ ആണ്, പിന്നെ നമ്മുടെ MG ഹെക്ടറിനാണ് ബ്ലാക്ക് സ്റ്റോം എന്ന് പറയുന്നൊരു മോഡലാണ്. കോമ്പസിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ കോമ്പസിൽ നൈറ്റിക്കൽ എഡിഷൻ പണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ 2021 ഇറങ്ങിയ ഫേസ് ലിഫ്റ്റ്, അത് 2022 സംതിങ് ആണ് പിന്നീട് അവർ ഇതിൻ്റെ നൈറ്റിക്കൽ എഡിഷൻ കൊണ്ടുവന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വെച്ച് അവർ നിർത്തിയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ വാഹനത്തിൽ അവർ ചെറിയൊരു മൈൽഡ് അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്നതാണ്. അലോയ് വീൽസ് മാറ്റുക, പിന്നെ BS 6.2 കംപ്ലൈ ആക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ ആ ഒരു BS 6.2 അപ്ഡേറ്റ് വന്നതോടുകൂടി നൈറ്റിക്കൽ എഡിഷൻ അവർ നിർത്തിയത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ഈ വണ്ടി കാണുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം പണ്ട് വന്ന പോലൊക്കെ തന്നെയാണ്. അലോയ് വീൽസിൻ്റെ ഡിസൈൻ മാറി എന്ന് മാത്രം. അതിപ്പോൾ ഫേസ് ലിഫ്റ്റ് അല്ല, ഈ വന്ന പുതിയ അപ്ഡേറ്റഡ് മോഡലിൽ വരെ അലോയ്സ് മാറ്റിയായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ ബ്ലാക്ക് അടിച്ച് അവർ നമുക്ക് തരുന്നു എന്നേ ഉള്ളൂ. ബാക്കി ഡിസൈൻ വൈസൊക്കെ ഈ വാഹനം ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് എക്സ്റ്റീരിയറിൽ നമുക്കങ്ങനെ പറയത്തക്ക ഡിഫറൻസ് ഒന്നും പഴയ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പൊതുവേ ഇപ്പോഴത്തെ ബ്ലാക്ക് എഡിഷൻ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പണ്ട് ടാറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമായിരുന്നു ഫീച്ചേഴ്സിൽ. പുതിയ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഒരു ഡാർക്ക് എഡിഷനിൽ കൊണ്ടുവരും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കൊണ്ട് ബാക്കി വേരിയൻസിലും കൊടുക്കും. എന്നാലും ആദ്യം കിട്ടുന്ന ഈ ഡാർക്ക് എഡിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡിഷൻസിലായിരിക്കും. എന്തായാലും ഇപ്പോൾ കോമ്പസിൽ ജീപ്പ് അതുപോലെ തന്നെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ പാനോറാമിക് സൺറൂഫ്, എയർ പ്യൂരിഫയർ, ഡുവൽ സോൺ AC, അതൊക്കെ. അതിന് പുറമെ ഇപ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് പുതിയ പ്രീമിയം ഫിനിഷിലുള്ള മാറ്റും കാർപ്പറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ വണ്ടിയുടെ താഴത്ത് അവർ ലൈറ്റിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് രണ്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ മറ്റു വണ്ടികളൊന്നും ഓഫർ ചെയ്യാത്തൊരു സംഭവമാണ്. അതിൻ്റെ നിങ്ങൾ അഡീഷണൽ പേ ചെയ്യൊന്നും വേണ്ട. ഈ ഒരു എഡിഷൻ്റെ അകത്ത് തന്നെ വരുന്ന ഫീച്ചേഴ്സാണ് അതൊക്കെ. ആദ്യമായിട്ടാണ് ഒരു കമ്പനി നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് ഇങ്ങനത്തെ ചില വേർഷൻസിലൊക്കെ ഓപ്ഷണലായിട്ടൊക്കെ കമ്പനികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ജീപ്പ് ആദ്യമായിട്ട് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഓഫറിങ് ചെയ്യുന്നത്. ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ട് എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മോട്ടീവ് വെച്ചിട്ടാണ് ഇപ്പോൾ ജീപ്പ് ഇങ്ങനത്തെ പുതിയ സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് വിലയുടെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. 25.39 lakhs ആണ് ഇതിൻ്റെ ഡാർക്ക് എഡിഷൻ, അതായത് ബേസിക്കലി നൈറ്റിക്കൽ എഡിഷൻ എന്ന് ജീപ്പ് വിശേഷിപ്പിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ വേരിയൻ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, അതായത് ഏത് മോഡലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നതെന്ന്. ഒന്നെങ്കിൽ സെക്കൻഡ് ടോപ്പ് മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് മിഡിൽ വേരിയൻറ്റിലൊക്കെ വല്ലതായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പ്രൈസ് ഡിഫറൻസ് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം, കാരണം കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടല്ലോ. ബാക്കി എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി മറ്റുള്ള കമ്പനികൾ പെട്രോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും പെട്രോൾ എഞ്ചിൻസ് പുതിയതായിട്ട് കൊടുക്കുകയും ഡീസൽ നിർത്തുകയും ചെയ്യുന്ന സമയത്ത് ജീപ്പ് അവിടെ പെട്രോൾ എഞ്ചിൻ ഉള്ളത് നിർത്തിയിട്ട് ഡീസൽ മാത്രമാക്കിയിട്ടാണ് അവർ BS 6.2 ആ ഒരു സമയത്ത് ഇറക്കിയത്. ഇപ്പോൾ കുറച്ച് കാലം, ഒരു വർഷത്തിനടുത്തായി ജീപ്പ് അവരുടെ പെട്രോൾ എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട്. അതായത് ഇപ്പം നമ്മുടെ ഫിയറ്റിൻ്റെ ഫിയറ്റിൻ്റെ 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 170 bhp 350 Nm ടോർക്കാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെ നാഷണൽ എഞ്ചിനാണിതെന്ന് പറയാം. കാരണം നമുക്ക് ഹാരിയർ, സഫാരി, ഹെക്ടർ പ്ലസ്, ഇപ്പോൾ താണ്ട നമ്മുടെ കോമ്പസ്, മെറിഡിയൻ തുടങ്ങിയ വണ്ടികളിലൊക്കെ ഈ ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്. കുറച്ച് കാലത്തിന് ശേഷം അവരിതിൻ്റെ പുതിയ 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. ആക്ച്വലി കോമ്പസിൽ പുറത്തൊക്കെ 1.3 ടർബോ GDI എഞ്ചിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇന്ത്യയിൽ അവരുടെ പഴയ MPFI ടെക്നോളജി ഒക്കെ ചേർന്ന് 1.4 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് കിട്ടിയത് എന്ന് മാത്രം. ഈ 1.4 T-Jet എന്ന് പറഞ്ഞത് നമ്മൾ ഫിയറ്റിൻ്റെ വണ്ടികളിൽ പണ്ട് കണ്ടിട്ടുണ്ട്. ആ സെയിം എഞ്ചിനാണ്, അതിൻ്റെ ഒരു പുതിയ വേർഷനാണെന്ന് മാത്രം. അപ്പോൾ അത്രയും പഴക്കമുള്ള എഞ്ചിനാണ്, അതുകൊണ്ടാണ് നിർത്തിയത്. ഇത് വേറെ എവിടെ അവരിപ്പോൾ ഉപയോഗിക്കുന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത വാഹനം MG ഹെക്ടറിൻ്റെ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ എന്ന് പറയുന്ന മോഡലാണ്. ഈ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ നമ്മൾ ഇതിനു മുമ്പ് ഗ്ലോസ്റ്ററിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയറും അതുപോലെ മൊത്തത്തിൽ നല്ലൊരു മാച്ചോ ലുക്കൊക്കെ വെച്ചിട്ടുള്ള ഫുൾ ബ്ലാക്ക് എക്സ്റ്റീരിയർ പെയിൻറ്റ് സ്കീമിലൊക്കെ കൊടുത്ത ഒരു മോഡലായിരുന്നു. ഇവരുടെ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ തന്നെ പൊതുവേ മൊത്തം ബ്ലാക്ക് ആയിട്ടല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ടാറ്റ ഇടയ്ക്ക് വെച്ച് റെഡ് ബ്ലാക്ക് എഡിഷനൊക്കെ ഇറക്കിയില്ലേ, അതുപോലെ കുറച്ച് റെഡ് സ്ട്രൈപ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക് കാലിപ്പേഴ്സ് വരുന്ന റെഡാണ്. പിന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ആ ഹെഡ് ലാമ്പ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് റെഡ് എലിമെൻറ്റ്സ് കാണാം. അതുപോലെ തന്നെ ORVMs ആ ഒരു പോർഷനിലായിട്ട് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക്കലി കുറച്ച് സ്പോർട്ടി ലുക്ക് കൊടുക്കുക എന്ന് പറയുന്നൊരു സംഭവം, അത്രേ ഉള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം ഇതിനകത്ത് ബ്ലാക്ക് ആണ് വരുന്നത്. നമ്മുടെ അലോയ് വീൽസ് അടക്കം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ആൻഡ് വണ്ടിയുടെ പെയിൻ സ്കീം മൊത്തത്തിൽ ബ്ലാക്ക് ആണല്ലോ. അതിപ്പം അങ്ങനെയാണല്ലോ അവർ ഈ പേരിടുന്നത്. ഓൾമോസ്റ്റ് വണ്ടി കംപ്ലീറ്റ്ലി ഡീക്രോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു വിൻഡോ ലൈനിൻ്റെ താഴത്തായിട്ടൊരു ക്രോം എലമെൻ്റ് ഉണ്ട്, അതവർ കളഞ്ഞിട്ടില്ല. അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഡിസൈനായിട്ട് ജെല്ലായി ചേരുന്നുണ്ട്. ബ്ലാക്ക് സ്റ്റോൺ എഡിഷൻ്റെ ബാഡ്ജിങ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈഡിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഈ വാഹനം അത്യാവശ്യം നല്ലതാണ് എക്സ്റ്റീരിയറിൽ.
ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യം വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട ഹെക്ടറിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഡുവൽ ടോൺ ക്യാബിനായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷനൊക്കെയാണ് വന്നിരുന്നത്. അത് കാണുമ്പം അത്യാവശ്യം നല്ല എയറി ഫീലിംഗ് ഒക്കെ ഉണ്ട്. നമുക്കൊരു അത്യാവശ്യം പ്രീമിയം ക്യാബിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു ക്യാബിനാണ്. കാരണം ഓൾ ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ അവർ ഡാഷ്ബോർഡിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിൻ്റെ അകത്ത് റെഡ് കളർ സ്ട്രൈപ്സും അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഈവൻ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം ഇനിയൊന്നും ആഡ് ചെയ്യാനില്ല. കാരണം ഓരോ വർഷം MG വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് കൊടുത്ത് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ എഡിഷൻ മാത്രം കൊടുക്കുമ്പോൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ മാത്രം ഒന്നും അവർ ബാക്കി വെച്ചിട്ടില്ല. ഓൾറെഡി വളരെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ നമ്മൾ ഈ ബ്ലാക്ക് കളറിൽ കാണുമ്പോഴും നല്ല രസമുണ്ട്. ഇത് ഓൾ ബ്ലാക്ക് ആണെങ്കിലും ഇതിനകത്ത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഈ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു ടോപ്പ് പോർഷനും അതുപോലെ മൊത്തത്തിൽ സോഫ്റ്റ് ടച്ച് ആക്കിയായിരുന്നു. പണ്ടത്തെയും ഹെക്ടറിലുണ്ടായിരുന്നു. നമുക്ക് നടുവിലത്തെ സെൻറ്റർ പോർഷനിലെല്ലാം സോഫ്റ്റ് ടച്ച് ആയിരുന്നു. ഇനി പൊതുവെ ടാറ്റയുടെ വണ്ടികളുടെ ഡാർക്ക് എഡിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ റൂഫ് ലൈനിങ്ങും പരിപാടികളും ഒക്കെ തന്നെ ബ്ലാക്ക് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് അവർ അതൊന്നും ബ്ലാക്ക് ആക്കാൻ നോക്കിയിട്ടില്ല. അതൊക്കെ നമ്മുടെ സാധാരണ ഒരു ബേജ് കളറിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ സീറ്റ് കവേഴ്സ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ലെതർ സീറ്റ് കവേഴ്സ് ആണ്. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് സെൻറ്റർ കൺസോളിൻ്റെ ഒരു ഡിസൈൻ ഒരു ബ്രഷ്ഡ് അലൂമിനിയം പോലത്തെ ഒരു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഷാർപ്പ് പ്രോ എന്ന് പറയുന്ന മോഡലിലാണ് അവർ ഈ ഒരു പുതിയ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, എല്ലാ പവർ ട്രെയിൻ ഓപ്ഷൻസും സീറ്റിംഗ് ഓപ്ഷൻസും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഹെക്ടറിൻ്റെ 7 സീറ്റർ ആയിക്കോട്ടെ, ഹെക്ടറിൻ്റെ 6 സീറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെക്ടറിൻ്റെ 5 സീറ്റർ ആയിക്കോട്ടെ, പിന്നെ പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, പെട്രോൾ ഓട്ടോമാറ്റിക്, പെട്രോൾ മാനുവൽ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസും അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് പിന്നെ ഈ വാഹനത്തിൽ പണ്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിപ്പോഴും പുതിയതായിട്ട് വന്നിട്ടൊന്നുമില്ല. ശരിക്കും ഒരു പണ്ടേ ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുത്തിട്ടില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മാർക്കറ്റൊക്കെ പിടിക്കാൻ പറ്റിയാനെ. പിന്നെ നിങ്ങൾ ഈ വാഹനം വാങ്ങാൻ പോവുകയാണെങ്കിലും അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്സും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന പെട്രോൾ ആയിരിക്കും. ഡീസൽ അങ്ങനെ അവർ വാങ്ങാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യില്ല. നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ഡീസൽ വാങ്ങേണ്ടി വരും. പെട്രോൾ CVTയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21.25 ലാക്സിലാണ്. ഡീസലാണെങ്കിൽ 21.95 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഡീസൽ മാനുവലാണ്. ആൻഡ് മാക്സിമം പ്രൈസ് പോകുന്നത് 22.76 ലാക്സ് വരെയാണ്. അത് നമ്മുടെ ഡീസൽ 6 സീറ്റർ മോഡലിൻ്റെ എക്സ്റ്റോൺ പ്രൈസ് ആണ്. അപ്പോൾ ഇതാണ് 2 പുതിയ ബ്ലാക്ക് കളർ വാഹനങ്ങളുടെ വീഡിയോ. അങ്ങനെ പറയാൻ കാരണം ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കോമ്പസിലുണ്ടെന്ന് പറയാം. ഹെക്ടറിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ നിങ്ങളിപ്പോൾ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആൻഡ് ഫുൾ ബ്ലാക്ക് തീമും ഇൻറ്റീരിയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാം. ഈ സെഗ്മെൻറ്റിലേക്ക് ഇഷ്ടംപോലെ ബ്ലാക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ടാറ്റ ഹാരിയർ, സഫാരി, ഇതിൻ്റെ ഡാർക്ക് എഡിഷൻ ഉണ്ട്. XUV 700 നെപ്പോളി ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വേർഷൻ വന്നായിരുന്നു. അതിൻ്റെ അകത്ത് മൊത്തം ബ്ലാക്ക് ഒക്കെയാണ്. പിന്നെ ഇപ്പം താണ്ട് ഈ 2 വണ്ടികളും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും വേണ്ട. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.